മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സർക്കാരിന്റെയും മറ്റൊരു നുണക്കോട്ടുകൂടി ഒളിഞ്ഞു വീഴുകയാണ്. കേരളത്തിലെ പോലീസ് സേനയുടെ മനുഷ്യത്വ വിരുദ്ധ സമീപനങ്ങൾ ചർച്ചയായ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പ്രഖ്യാപനവും അവകാശവാദവുമായിരുന്നു 144 പോലീസുകാരെ 2016 LDF അധികാരത്തിൽ വന്നതു മുതൽ പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്നത്. എന്നാൽ തന്റെ ഈ അവകാശവാദം പൊള്ളയാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ തെളിയിക്കുകയാണ്. ഇത്തരത്തിൽ പിരിച്ചുവിട്ട പോലീസുകാരുടെ വിശദ വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരിക്കുന്ന മറുപടി. മുഖ്യമന്ത്രി പൊള്ളത്തരം പറയുകയാണ് എന്നതിന് തെളിവാണ് ഇന്നലെ ഷാഫി പറമ്പിൽ നടത്തിയ വാർത്താ സമ്മേളനവും. അച്ചടക്ക നടപടിയുടെ പേരിൽ പിരിച്ചുവിടപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് തന്നെ മർദ്ദിച്ചത് എന്ന് ഷാഫി പറമ്പിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തെളിവ് സഹിതം ഇന്നലെ ഷാഫി വ്യക്തമാക്കിയതാണ്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രിയുടെ ഈ 144 എന്ന കണക്ക് എങ്ങനെ ശരിയാകും? പിരിച്ചുവിടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ വീണ്ടും സേനയിലെത്തി? ഉത്തരം തരേണ്ടത് മുഖ്യമന്ത്രിയാണ്. 9 വർഷത്തിനിടെ 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുവെന്ന കണക്ക് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്. എന്നാൽ വിവരങ്ങൾ നൽകാൻ ആവശ്യപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അവ ക്രോഡീകരിച്ചിട്ടില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരിക്കുന്നത്. ക്രിമിനൽ ബന്ധത്തിന്റെ പേരിൽ പോലീസിൽ നിന്ന് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് ആസ്ഥാനത്ത് ഏതാനും വിവരാവകാശ അപേക്ഷകൾ ലഭിച്ചിരുന്നു. ഈ വിവരാവകാശ അപേക്ഷകൾക്കും ഇതേ മറുപടിയാണ് ലഭിച്ചത്. പക്ഷേ ഈ 2 മറുപടികളിലും പൊതുവായി പറയുന്ന മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. അച്ചടക്ക നടപടിയെടുത്തതും പിരിച്ചുവിട്ടതും നിർബന്ധിത വിരമിക്കൽ നൽകിയതുമായവരുടെ എണ്ണം 14 ഈ വിവരാവകാശ അപേക്ഷകൾക്കുള്ള മറുപടിയിൽ വ്യക്തമാണ്. ഇക്കഴിഞ്ഞ ജനുവരി 23 നിയമസഭയിലും പോലീസിലെ ക്രിമിനൽ ബന്ധം ചോദ്യമായി ഉയർന്നു വന്നിരുന്നു. അതിന്റെ മറുപടിയായി ഗുണ്ടാബന്ധം ആരോപിക്കപ്പെട്ടിട്ടുള്ള 18 പോലീസ് ഉദ്യോഗസ്ഥർ സേനയിൽ ഉണ്ടെന്ന് മുഖ്യമന്ത്രി മറുപടിയും നൽകി. സസ്പെൻഡ് ചെയ്യപ്പെട്ട 14 ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തെന്ന മറുപടി മുഖ്യമന്ത്രി നൽകിയിരുന്നു. ഒരേ സമയം അച്ചടക്ക നടപടിയെടുത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുവെന്ന് അവകാശപ്പെടുകയും ഒപ്പം അതിന്റെ വിവരങ്ങൾ ക്രോഡീകരിച്ചിട്ടില്ല എന്ന് മറുപടി നൽകുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെയാണ് രമേശ് ചെന്നിത്തല ചോദ്യം ചെയ്തത്. ഈ ഇരട്ടത്താപ്പിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷാഫി പറമ്പിൽ MP ഇന്നലെ ഉന്നയിച്ച ആരോപണം. തന്നെ പേരാമ്പ്രയിൽ മർദ്ദിച്ചത് അഭിലാഷ് ഡേവിഡ് എന്ന CI ആയിരുന്നുവെന്നും ഇയാളെ മാഫിയ ബന്ധത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടതാണ് എന്നുമാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത്. ദൃശ്യങ്ങൾ സഹിതമായിരുന്നു ഷാഫി പറമ്പിലിന്റെ ആരോപണം. ക്രിമിനൽ ബന്ധങ്ങളും ലൈംഗികാതിക്രമ കേസ് അന്വേഷണത്തിലെ വീഴ്ചയും കണക്കിലെടുത്ത് 2 വർഷം മുൻപ് പിരിച്ചുവിട്ട അഭിലാഷ് ഡേവിഡ് എങ്ങനെ സർവീസിൽ തിരിച്ചെത്തി എന്ന ചോദ്യത്തിന്റെ ഉത്തരവും രാഷ്ട്രീയ സംരക്ഷണവും സ്വാധീനവും എന്നാണ്. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിടുന്നതിന് ഇടയാക്കിയ കാരണം കാണിക്കൽ നോട്ടീസ് അന്ന് നൽകിയത് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന CH നാഗരാജു ആയിരുന്നുവെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഈ കാരണം കാണിക്കൽ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും നടപടി പാതിവഴിയിൽ ഉപേക്ഷിച്ചു. 2023 ജനുവരി 21 തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന CH നാഗരാജു അഭിലാഷിനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കി. അഭിലാഷ് ശ്രീകാര്യം സ്റ്റേഷനിലെ CI ആയിരിക്കെ ലൈംഗിക അതിക്രമ കേസ് കാശ് വാങ്ങി ഒത്തുതീർക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് ഉയർന്നിരുന്നത്. എന്നാൽ പിരിച്ചുവിടൽ തീരുമാനം 1.5 വർഷത്തിന് ശേഷം പിൻവലിക്കുകയും കാരണം കാണിക്കൽ നോട്ടീസിന് അഭിലാഷ് മറുപടി നൽകുകയും ചെയ്തു. അഭിലാഷിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം ശമ്പള വർധന തടയലായി ഒതുക്കിയത് മുൻ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. പിരിച്ചുവിടാനുള്ള കമ്മീഷണറുടെ നോട്ടീസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു DGPയുടെ തീരുമാനം. CPMുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന അഭിലാഷ് ഡേവിഡ് ആ ബന്ധം ഉപയോഗിച്ചാണ് സർവീസിൽ തിരിച്ചു കയറിയത് എന്നാണ് ഷാഫി പറമ്പിൽ ഇന്നലെ ആരോപിച്ചത്. തിരുവനന്തപുരത്തെ CPM ഓഫീസുകളിലെ നിത്യ സന്ദർശകനാണ് ഇയാളെന്നും ഷാഫി ആരോപിച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നുവെന്ന് വിശദീകരിച്ച അഭിലാഷ് ഡേവിഡ് താൻ ഷാഫിയെ മർദ്ദിച്ചിട്ടില്ല എന്നും പ്രതികരിച്ചിരുന്നു. എന്നാൽ തന്റെ CPM പശ്ചാത്തലം അഭിലാഷ് നിഷേധിച്ചിട്ടില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഗതിയെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ ആ 144 പേരും ഇപ്പോൾ സർവീസിൽ തിരിച്ച് കയറിയിട്ടുണ്ടാകുമോ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, താങ്കളുടെ കണക്കുകളൊന്നും അങ്ങ് ശരിയാകുന്നില്ലല്ലോ. അതല്ലെങ്കിൽ ആ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പട്ടിക വെച്ച് പുറത്തുവിട്ട് പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കുകയല്ലേ അങ്ങ് ചെയ്യേണ്ടത്?